Why in the world would you choose this bike over many other bikes present in the market? ഇന്ത്യൻ മാർക്കറ്റിന് ഈ ഒരു ബൈക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നുള്ള ഈ ഒരു ബൈക്കിൻ്റെ റൈവൽസ് പ്രധാനമായിട്ടും ഹിമാലയൻ 452 ഉണ്ട്, മറ്റു ചെറിയ ചെറിയ സ്ക്രാംബ്ലേഴ്സ് ഉണ്ട് 450 cc-ലോ 400 cc-ലോ അതിന് താഴെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബൈക്സ് ഉള്ള ഒരു മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഒരു സ്ക്രാംബ്ലർ വന്നിരിക്കുമ്പോൾ എത്രമാത്രം അത് ഇന്ത്യൻ റോഡ്സിന് അനുയോജ്യമാണെന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം. ഈ ഒരു ബൈക്കിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ചർച്ച ചെയ്യാം. ഒപ്പം എനിക്ക് ഈ ഒരു ബൈക്കിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നെ ഞെട്ടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു യൂസറുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പ്രസൻറ്റിംഗ് ടു യു ദ ഓൾ ന്യൂ ട്രയംഫ് സ്ക്രാംബ്ലർ 400X. സ്ക്രാംബ്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള സ്ക്രാംബ്ലേഴ്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ക്രാംബ്ലേഴ്സ് ഓഫ് കോഴ്സ് ട്രയംഫിൻ്റേതും അതുപോലെ ഡ്യുക്കാറ്റയുടേതൊക്കെ തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി യമഹയുടെ അടിപൊളി സ്ക്രാംബ്ലറൊക്കെ പുറത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ആ ഒരു XSR 155 നമ്മൾ ആഗ്രഹിച്ചിട്ടെങ്കിലും ആ ഒരു ബൈക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ചില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു സെഗ്മെൻറ്റാണ് ഈ പറയുന്ന 300 to 400 cc. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ട്രയംഫ് ബജാജുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ രണ്ട് ബൈക്സുമായിട്ട് വരുന്നു. ഒന്ന് സ്പീഡ് 400, രണ്ട് ട്രയംഫ് സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്ന ഒരു വണ്ടി. അപ്പോൾ നമ്മൾ സ്പീഡ് 400ൻ്റെ ഒരു വീഡിയോ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോയും കണ്ടു നോക്കുക. ഇത് കണ്ടതിന് ശേഷം ആ ഒരു ബൈക്ക് നമ്മൾ ബാംഗ്ലൂർ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലുക്കും പ്രീമിയം ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു റൈഡബിലിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റിയിലൊക്കെ ഞാൻ ഓടിച്ചപ്പോൾ ഒരു പെപ്പിനെസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള ഒരു റോഡിലൊക്കെ ഓടിച്ച് ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഫ്രീ ആയിട്ടൊക്കെ ഓടിച്ച് ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽസും ബ്രേക്കിങ്ങും സസ്പെൻഷനും ഒക്കെ അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇത് നല്ല രീതിയിലൊക്കെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണെങ്കിൽ കൂടെ എനിക്ക് ഓഫ് റോഡൊന്നും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെക് ഷീറ്റ് വെച്ചിട്ട് ഇത് എത്രമാത്രം ഇതിന് ക്യാപ്പബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യവും അതുപോലെ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളും എർഗണോമിക്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ അപ്സ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഒരു ബൈക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ കോട്ടയത്തായത് 2000 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പീഡ് 400ൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6000 to 8000 ഒക്കെ ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വരുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ എന്നെ നന്നായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം, അങ്ങനത്തെ ഒരു മൂവ് ആയിരുന്നു ഒരു ട്രയംഫ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ട്രയംഫ് ഇപ്പോൾ 1-2 ഷോറൂം മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു 9 ഷോറൂം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ഭാഗത്താണെങ്കിലും പോയിട്ട് ധൈര്യമായിട്ട് ഈ ഒരു ബൈക്ക് വാങ്ങാം. 2,63,000 രൂപയാണ് ഈ ഒരു ബൈക്കിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. കോട്ടയത്ത് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,40,000 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാവുന്ന നല്ലൊരു ബൈക്ക് തന്നെയാണ് ഇത്. കാരണം ഒരു 398 cc ലിക്വിഡ് കൂൾഡ് ഫ്യൂൽ ഇൻജെക്റ്റഡ് ഒരു എൻജിൻ നിങ്ങൾക്ക് കിട്ടുവാണ്. ഒപ്പം ട്രയംഫ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ബ്രിട്ടീഷ് ബ്രാൻഡിൽ നിന്നുള്ള എന്നാൽ അവരുടെ ആ ഒരു പ്രീമിയംനെസ്സോ ഒട്ടും കളയാതെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ബൈക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇന്ത്യൻ റോഡ്സിന് ഇത് എന്തുകൊണ്ടാണ് ഇത് ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊത്തോൾസ് ഉണ്ടാവും, സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 195 mm മാസീവായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കുണ്ട്. 150 mm ഒരു സസ്പെൻഷൻ ട്രാവൽ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അതൊരു 140 mm ആൻഡ് 130 mm ആയിരുന്നു നമ്മുടെ സ്പീഡ് 400-ലുണ്ടായിരുന്നത്. അതുപോലെ 168 mm ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ശരിക്കും ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബൈക്കിലേക്ക് വരുമ്പോൾ. അത് കൊണ്ട് തന്നെയാണ് ഇതൊരു ബെറ്റർ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാവുന്നത്. സ്പീഡ് 400 ഒരിക്കലും നമുക്കൊരു ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കായിരുന്നില്ല. പക്ഷേ ഈ ഒരു ബൈക്കിനെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്സെപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വാട്ടർ വെയ്ഡിങ് കിട്ടും. കുറച്ചുകൂടി താഴെയുള്ള കല്ലുകളിൽ നിന്നും അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ബൈക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു രീതിയിലേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ ഫ്രണ്ട് വീല് വരുന്നത് അലോയ് വീൽസാണ്. 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. MRF സാപ്പർ ടയേഴ്സാണ് കിടക്കുന്നത്. ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്പീഡ് 400 ഒരു 110 സെക്ഷൻ ടയേഴ്സ് ആയിരുന്നെങ്കിൽ ഇതൊരു 100 സെക്ഷൻ ടയേഴ്സാണ്. ഒപ്പം 19 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് സ്പീഡ് 400 വന്നിരുന്നത് 150 സെക്ഷൻ ടയേഴ്സ് ആയിരുന്നെങ്കിൽ ഇതൊരു 140 സെക്ഷൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ്. ഇതും MRFിൽ നിന്ന് നല്ല ടയേഴ്സാണ്. അപ്പോൾ ഞാൻ ബ്രേക്കിംഗ് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഹാർഷ് ബ്രേക്കിംഗ് ഒക്കെ ചെയ്തപ്പോഴും നല്ല രീതിയിൽ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല ഹാർഷ് ബ്രേക്കിംഗ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു വോബിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് തീർച്ചയായിട്ടും. 185 കിലോ ഒരു കെർവ് വെയ്റ്റുള്ള വെറ്റ് വെയ്റ്റുള്ള ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ബാക്കിൽ വരുന്നത് 17 ഇഞ്ചിൻ്റെ തന്നെ അലോയ് വീൽസാണ്. അപ്പോൾ സാധാരണ നമ്മൾ ADVസിലൊക്കെ 21-17 കാണാറുണ്ട്. അതുപോലെ നമ്മുടെ KTMസിലെല്ലാം നമ്മൾ 19-17 കാണാറുണ്ട്. അങ്ങനെ മറ്റ് പല സ്ക്രാംബ്ലേഴ്സിലും നമ്മളിങ്ങനെ കാണാറുള്ളൊരു
സൈസ് തന്നെയാണ് ഈ 1917 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓഫ് റോഡ്സ് ടാക്കിൾ ചെയ്യാനും മോശം റോഡുകളിൽ നന്നായിട്ട് ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ TR സീരീസ് 400cc എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു എൻജിൻ കാണാം. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ബെൻ പൈപ്പും ട്രയംഫിൻ്റെ ലോഗോയോട് കൂടിയുള്ള അതിൻ്റെ ഒരു ക്ലച്ച് കേസിൻ്റെ കവറൊക്കെ കാണാം. ഇവിടെ സ്ക്രാംബ്ലർ 400X എന്നുള്ള ഒരു ലോഗോ ഒരു 3Dയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാണ്. ഇവിടെ നമുക്ക് കാല് ഹഗ് ചെയ്ത് പിടിക്കുന്നിടത്ത് ഒരു റബ്ബർ കൊണ്ടുള്ള ഒരു പോർഷൻ കാണാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാല് ഹഗ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ട്രയംഫ് എന്നുള്ളൊരു ബാഡ്ജിങ് അതിലും കാണാം. സീറ്റ്സിലേക്ക് വരുമ്പോൾ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്ട് റൈഡിലൊക്കെ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ടും ഫീൽ ചെയ്തു. പിലിയനാണെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു കുഷ്യൻ കുഴപ്പമില്ല. പക്ഷേ അധികം വലുപ്പമില്ലാത്തത് കൊണ്ട് ലോങ് റൈഡിൽ എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ജെൽ സീറ്റൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോങ് റൈഡിലേക്കാണ് നോക്കുന്നെങ്കിൽ നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള പിലിയൻ ഗ്രാബ് റൈലുണ്ട്. അപ്പോൾ ഞാൻ പിലിയനായിട്ടും ഈ ഒരു ബൈക്കിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം പിലിയനായിട്ടിരിക്കുമ്പോഴും റൈഡറായിട്ടിരിക്കുമ്പോഴും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൈക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അതിൻ്റെ ഒരു സസ്പെൻഷനാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു റോഡ്സിലൂടെ ഓടിക്കുമ്പോൾ കേട്ടോ, ഞാൻ ഓഫ് റോഡ് ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞു, എങ്കിലും എനിക്ക് തോന്നുന്നു ഓഫ് റോഡിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുമായിരിക്കും. ഒരുപാട് വലിയ ജമ്പൊക്കെ ചെയ്യുമ്പോൾ അത് ബോട്ടം ഔട്ട് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. കാരണം 150mm മാത്രമാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ട്രാവൽ വരുന്നുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ പോത്ത് ഹോൾസിൽ ഓടിക്കുമ്പോഴും അതുപോലെ സ്പീഡ് ബ്രേക്കേഴ്സിലും ഒക്കെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹിമാലയൻ 450ൽ പറഞ്ഞൊരു പ്രശ്നമായിരുന്നു, അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇതിൽ രണ്ടും ഒരേപോലെ ഒരേ അച്ചിൽ വാർത്ത് വെച്ചതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് നിമ്പിളായിട്ടും തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ബൈക്ക്. അത്യാവശ്യം ഓക്കെ, ഹാൻഡ്ലിങ് ഓക്കെയാണ്. പക്ഷേ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് നമുക്ക് നല്ല കമാൻഡിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. റൈഡേഴ്സ് ആ ഒരു പോസ്റ്റർ, ആ ഒരു എർഗോണോമിക്സ് ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് കാല് ഫ്രണ്ടിലോട്ടാണ് വയ്ക്കുന്നത്. കൈ നല്ല റിലാക്സ്ഡ് ആയിട്ട് നേരെ തന്നെ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്പീഡ് 400ലും ഈ ഒരു ബൈക്കിൽ മാറി ഇരുന്ന് നോക്കിയപ്പോഴും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു സംഭവം അതാണ്. കുറേ കൂടി കമാൻഡിങ് ആയിട്ട് ഉള്ളൊരു പോസ്റ്റർ ഈ ഒരു ബൈക്ക് തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എണീറ്റ് നിന്നൊക്കെ ഓടിക്കാൻ പാകത്തിന് നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഉള്ളൊരു ഗ്രില്ലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇവർ ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ട്രയംഫിൻ്റെ ലോഗോയൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ബൈക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ക്രാംബ്ലർ ആണോ അതോ സ്പീഡാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു സംഭവമൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗ്രില്ല് കൂടി വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ ഒരു പോർഷൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ സ്പീഡ് ട്വിന്നിലൊക്കെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ട്വിന്നിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പോർഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോക്സ് 43mm ഫോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഒരു പ്രീമിയംനെസ്സിനെ തീർച്ചയായിട്ടും കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് സിറ്റിയിലേക്ക് ഓടിച്ചിട്ട് വന്നപ്പോഴും ഹീറ്റ് നമുക്ക് ഒട്ടും തന്നെ കാലിലേക്ക് അടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഹീറ്റ് പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒട്ടും കാലിലേക്ക് നമ്മൾ റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും അടിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹീറ്റ് മാനേജ്മെൻറ്റൊക്കെ നന്നായിട്ട് എന്തായാലും ഇവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാഷ് പ്ലേറ്റ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്നൊന്നും അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒരു സംഭവം ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു കൂളൻ്റ് വരുന്നത് ഇവിടെയാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനവിടെ ഒരു ബാഷ് പ്ലേറ്റ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ബാഷ് പ്ലേറ്റ് ട്രയംഫ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ബൈബ്രയുടെ കാലിപ്പേഴ്സോട് കൂടി നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പോർഷനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള സ്ലഷൊക്കെ അടിച്ച് നമ്മുടെ ഈ ഒരു സസ്പെൻഷനിൽ കയറി അത് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു വാഷ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടി ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്പീഡ് 400നെ അപേക്ഷിച്ച് അതിൻ്റെ 300mm ആയിരുന്നു ഡിസ്ക് ബ്രേക്ക്. പക്ഷേ ഇതിൻ്റെ 320mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പോർഷനൊക്കെ കണ്ടോ, നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ നല്ല ഒരുപാട് ഗ്യാപ്പ് കാണാം. അപ്പോൾ അതൊരു അൺസ്പ്രിങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫുഡ് റെസ്റ്റിൽ ഈ ഒരു ഗ്രിപ്പ്, ഈ ഒരു റബ്ബർ ഗ്രിപ്പ് നമുക്ക് മാറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ പാകത്തിനുള്ള ഇങ്ങനെ സ്പൈൻസ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഗ്രിപ്പിലേക്ക് നമുക്ക് മാറ്റാം, ഒരു ഫുഡ് റെസ്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എന്തായാലും ഈ ഒരു ഇവിടെ നിൽക്കുക നല്ല പാക്ഡ് ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ നല്ല പാക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പീഡ് 400ൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കും ഇത് ഒരു ബജാജിൻ്റെ എഞ്ചിനാണോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. ഇത് തീർച്ചയായിട്ടും ട്രയംഫ് പുതിയതായിട്ട് എഞ്ചിനീയർ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഈ സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മോണോഷോക്ക്, കുറച്ച് ഓഫ്സെറ്റ് ആയിട്ടുള്ളൊരു മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ 230mm ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ബാക്കിൽ ബ്രേക്കിംഗ് ബൈറ്റും ഓക്കെയാണ്. പക്ഷേ ഫ്രണ്ടിൽ എനിക്ക് ബ്രേക്കിംഗ് ബൈറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡൈവ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഡീസൻ്റായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഒരു ബൈക്ക് ഫസ്റ്റിലും സെക്കൻഡിലൂടെ ഞാൻ പിലിയനെ മാറ്റിയെടുത്ത് ഞാൻ തന്നെ ഇരുന്ന് ഓടിച്ചപ്പോൾ ഞാൻ ഫസ്റ്റിലും സെക്കൻഡിലോട്ട് കൈ കൊടുക്കുമ്പോൾ ഇത് വീല് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ കിക്കിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇടയ്ക്ക് വെച്ച് ലോക്ക് ആവുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ബൈക്ക് അതിന് കേപ്പബിളാണ്. നല്ല പെപ്പി ആയിട്ടുള്ള എഞ്ചിനാണ്. ഞാൻ സ്പീഡ് 400ൻ്റെ കാര്യത്തിലും പറഞ്ഞു. അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ട്യൂണിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. ഇതിനൊരു 185 കിലോഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 13 ലിറ്റേഴ്സിൻ്റെ തന്നെ ഫ്യൂൾ ടാങ്കാണ് വരുന്നത്. അത് കുറച്ചുകൂടി കൂടുതലാവാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇത് കുറച്ചുകൂടി ലോങ് റൈഡിനൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. E20 കമ്പാറ്റബിൾ ആണെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കയറിയിരിക്കുമ്പോൾ എനിക്ക് 2 കാലും ജസ്റ്റ് ടിപ് ടോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതാണ് 835 mm സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു കാല് നന്നായിട്ട് ഫ്ലാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ കാല് ജസ്റ്റ് ടിപ് ടോ ചെയ്യാനേ പറ്റുള്ളൂ. അതും എങ്ങിയിരുന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കണക്ഷൻ റോഡൊക്കെ വന്നിട്ട് അതിൽ ട്രയംഫ് എന്നുള്ള ബാഡ്ജിങ് കാണാം. ബ്യൂട്ടിഫുള്ളാണ്. മീറ്ററിലേക്ക് വരുവാണെങ്കിൽ ഒരു അനലോഗ് സ്പീഡോമീറ്ററും ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡിജിറ്റൽ മീറ്ററും കാണാം. ഇവിടെ കുറേ വാർണിംഗ് ലാംപ്സ് കാണാം. ട്രയംഫിൻ്റെ ലോഗോ കാണാം. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. ABS റിയർ വീലിൽ ഇത് സ്വിച്ചബിളാണ്. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഗിയർ ലിവർ ഇൻഡിക്കേറ്റർ കാണാം. ഇവിടെയാണ് ടാക്കോമീറ്റർ വരുന്നത്. ഇവിടെ നമുക്ക് ഫ്യൂവൽ ലെവൽ കാണാം. ഇവിടെ ടൈം കാണാം. അതുപോലെ നമ്മൾ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് മീറ്ററിലെ ഡീറ്റെയിൽസ് ടോഗിൾ ചെയ്യുമ്പോൾ ഓഡോ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഇതിൻ്റെ ഒരു മൈലേജ് റിയൽ ടൈം മൈലേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതുപോലെ ABS സ്വിച്ച് ഓഫ് ചെയ്യാനുള്ളത് ആ ഒരു സ്വിച്ചിൽ നിന്ന് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് ഗിയേഴ്സാണ്. ഏത് സ്വിച്ച് ഗിയേഴ്സ് ആണെങ്കിലും വരുന്നത് നല്ല പവർഫുൾ ഹോണാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ ഹസാർഡ് ലാമ്പിനുള്ളൊരു സ്വിച്ചും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കേട്ടുകൊണ്ട് ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വണ്ടി സ്റ്റാർട്ടായി കാണിച്ചു തരാം. ഈ ഒരു ബൈക്ക് സ്റ്റാർട്ടായി വരുന്നതിൻ്റെ ആ ഒരു ഫീലും ആ ഒരു സൗണ്ടും ഒക്കെ നല്ല രസമാണ്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള വിസിബിലിറ്റി ഉള്ള 2 മിറേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സ്പീഡ് 400ൽ വരുന്നത് ബാർ ആൻഡ് മിറേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമല്ല. സാധാരണ ബൈക്സിൽ കാണുന്ന പോലെ തന്നെ മിറേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു കളറ്. ഇതിൻ്റെ ഒരു ഖാക്കി ഗ്രീൻ കളർ ആൻഡ് ഒരു വൈറ്റ് കളറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു ബ്ലാക്ക് ആയിരുന്നു. അതുകൂടാതെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് റെഡും ഈ ഒരു ഭാഗത്ത് ബ്ലാക്കും വരുന്ന രീതിയിൽ. അങ്ങനെ 3 കളേഴ്സാണ് ഈ ഒരു ബൈക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈക്കിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു നെക്കിൾ ഗാർഡ്സും അതുപോലെ ഞാൻ ഈ പറഞ്ഞൊരു റോഡും അതുപോലെ ഇതിൻ്റെ ഒരു ഗ്രില്ലൊക്കെ എക്സ്ട്രാ ആക്സസറി അല്ല. അത് ഇതിൻ്റെ കൂടെ തന്നെ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നതാണ്. അതപ്പോൾ അതും വീണ്ടും നല്ലൊരു മൂവാണ് ട്രയംഫിൽ നിന്നുള്ള. അപ്പോൾ എല്ലാ ഒരു ബൈക്കിനും ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും. ഒരു അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഒരു ഫോളിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തണുത്ത വിൻഡിൽ നിന്നൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു ബൈക്കിന് ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു Type-C പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഐഫോൺ ഉള്ളവർ മാത്രം ചാർജ് ചെയ്താൽ മതി എന്നായിരിക്കും ട്രയംഫ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ ഒരു ബൈക്കിൻ്റെ കുറവുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണർ പറഞ്ഞതനുസരിച്ച് ഇതിനുള്ളൊരു പ്രോബ്ലം ഞാൻ ഒരു തവണ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എനിക്ക് 3rd ഗിയറിലായിരുന്നു ഫേസ് ചെയ്തത്. നമ്മൾ 3rd ഗിയറിൽ പോയിട്ട് ഞാൻ ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് പിടിച്ചപ്പോൾ തന്നെ ഈ ഒരു ബൈക്ക് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഓണറും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബൈക്ക് 6th ഗിയറിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുമ്പോൾ ഓഫായി പോകുന്നൊരു സംഭവം നമ്മൾ പല ബൈക്സിലും കണ്ടിട്ടുണ്ട്. ഒരു ഇടയ്ക്കുള്ളൊരു ഹിമാലയനിലൊക്കെ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ ECU അപ്ഡേറ്റിലൊക്കെ റെഡി ആകുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ട്രയംഫ് പ്ലീസ് അതൊന്ന് നോക്കുക. ആ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ ഈ ഒരു ബൈക്കിൽ കാണുന്ന ഒരു പ്രശ്നമായിരുന്നു ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റ് അല്ല കാണിക്കുന്നതെന്നുള്ളത്. ആ ഒരു സംഭവം കൂടി അപ്പോൾ എന്തായാലും ട്രയംഫിൽ നിന്ന് ഒരു നല്ലൊരു അപ്ഗ്രേഡ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ത്രോ അത്ര നല്ലതല്ല എന്നുള്ളൊരു പരാതി കൂടി എല്ലാവർക്കും ഉണ്ട്. കാണാനൊക്കെ ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ത്രോ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബൈക്കിന് തോന്നിയിട്ടുള്ളൂ. അതുപോലെ ആ ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വോബ്ലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ, അത് മേ ബി ആ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാവാം. കുറച്ച് ഹൈറ്റ് കൂടിയൊരു ബൈക്കാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ചേഞ്ച് കൊണ്ടുള്ള പ്രശ്നമാവാം. പക്ഷെ അതുകൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ വാങ്ങാൻ പോകുന്നവർ ഈ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിൽ വയ്ക്കുക കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ് ഇത്. കാരണം 3.5 ലക്ഷം രൂപയ്ക്ക് താഴെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എന്ത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബൈക്ക്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യക്കാരുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എല്ലാവരുടെയും തന്നെ അടുത്ത് മാക്സിമം ആളുകളുടെ അടുത്ത് ഓരോ ബൈക്സാണ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പുറത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ ഹൈവേ ടൂറിങ്ങിന് വേണ്ടി ഒരു ക്രൂസറും അതുപോലെ അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫ് റോഡ് ട്രയൽ ബൈക്കും അല്ലാത്ത നോർമൽ റൈഡിന് വേണ്ടിയിട്ട് ഒരു റോഡ്സ്റ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസിക് ബൈക്കോ വയ്ക്കുന്നത് അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും നമുക്കില്ല. നമുക്കെല്ലാം കൂടി കൂടിയിട്ട് ഒരു ബൈക്കാണോ വേണ്ടത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. കാരണം ഇതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഓഫ് റോഡ് ചെയ്യാം, നമുക്ക് സിറ്റിയിൽ നൈസായിട്ട് ഓടിച്ചു നടക്കാം, അത്യാവശ്യം നന്നായിട്ട് ഹൈവേ ടൂറിങ്ങും ചെയ്യാം. സീറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു പരിഗണന മാത്രം വയ്ക്കാം.
എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഹൈ സ്പീഡ്സിൽ എനിക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഫുഡ് പെഗിലൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിലിയനും ഫീൽ ചെയ്യുന്നുണ്ട്, വേറെ എവിടെയും തന്നെ വൈബ്രേഷൻ ഒന്നുമില്ല. പക്ഷേ ആ ഒരു റിഫൈൻമെൻറ്റ് ഒരു പ്ലഷർ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഫുൾ ഉണ്ട് കേട്ടോ. ആ ഒരു എഞ്ചിൻ്റെ സൗണ്ടിൽ നിന്നുള്ള, അതായത് ആവശ്യമില്ലാത്ത നോയ്സ് ഒന്നും എഞ്ചിൻ ഭാഗത്തു നിന്നില്ല, നല്ല എക്സോസ്റ്റ് നോട്ടിൻ്റെ ആ ഒരു മുരൾച്ച മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലഷർ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ എഞ്ചിനിൽ നിന്നുള്ള നോയ്സോ ടാപ്പറ്റ് സൗണ്ടോ ഒക്കെ കേൾക്കുമ്പോഴുള്ള ഒരു അലോസരം ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ നമുക്ക് കേട്ടുകൊണ്ട് സന്തോഷമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ബൈക്കിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ട്രയംഫിൻ്റെ ഒരു സ്ക്രാംബ്ലർ 400X എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബൈക്ക് മാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വാങ്ങി എന്ത് പർപ്പസിന് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ADVസിനും ഇപ്പോൾ ഒരു അത്യാവശ്യം പ്രചാരം വരുന്നത്. അപ്പോൾ ഒരു ADVയുടെ അത്രയൊരു വലിപ്പമുള്ള ബൈക്ക് വേണ്ട, അത്രയ്ക്ക് നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബൈക്കിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്യണമെന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയനോ അല്ലെങ്കിൽ എക്സ്പൾസോ പോലെയുള്ള ബൈക്സൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇത് 185 kg ഇല്ലേ, 835mm സീറ്റ് ഹൈറ്റ് ഇല്ലേ, അപ്പോൾ ചെറിയ ഷോർട്ട് റൈഡ്സിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനൊരിക്കലും നോ പറയാറില്ലാത്ത ആളാണ് കേട്ടോ. നിങ്ങൾക്ക് ഷോർട്ട് ഹൈറ്റുള്ള റൈഡർ ആണെങ്കിൽ പോലും നിങ്ങൾ ഓടിച്ച് നോക്കാം, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കാം. കാലെത്തുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് കണക്ക് കൂട്ടണ്ട, ഒരു കാലം എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാം. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് ഒരു ബൈക്ക് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് എന്താ പറ്റില്ലേ? അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട്, ഒരുപാട് ലേഡീസ് ഹൈറ്റ് കുറഞ്ഞവർ, വണ്ണം കുറഞ്ഞവരൊക്കെ വലിയ വലിയ ബിഗ് ബൈക്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു കുറച്ച് നാളത്തേക്കുള്ള പ്രശ്നങ്ങളുള്ളൂ. ഓഫ് കോഴ്സ് ഓക്കെ, ബൈക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പിടിച്ചു നിർത്താനൊക്കെ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് തിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബൈക്സ് നിങ്ങൾക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ തന്നെ സ്പീഡ് 400 ചൂസ് ചെയ്യാം, കുറച്ചുകൂടി കുറഞ്ഞ 790mm സീറ്റായിട്ടുള്ളൊരു ബൈക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ ബൈക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ഡീലായിരിക്കും ഈ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു പ്രൈസ് പോയിന്റിൽ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ഒരു ബൈക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് വാങ്ങണോ അത് വാങ്ങണോ എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ കൂടുതൽ ഓഫ് റോഡിങ്ങിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബൈക്ക് വാങ്ങാം. റിഫൈൻമെൻറ്റ് ലെവലൊക്കെ എനിക്ക് ആ ഒരു ബൈക്കിൻ്റെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, ഇതിൻ്റെ നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി സിറ്റി യൂസിന് കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വേണ്ടെങ്കിൽ മേ ബി ദിസ് ഈസ് ഫോർ യു. നിങ്ങൾ നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു 200mm ട്രാവൽ, സസ്പെൻഷൻ ട്രാവലും അതുപോലെ 200mm ഒരു 230mm ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയൻ ചൂസ് ചെയ്യാം. അതിനും ഇതുപോലെ തന്നെ ഒരു സീറ്റ് ഹൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു വലിയ ബൈക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയനിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന നല്ലൊരു ബ്രാൻഡിൽ നിന്നുള്ള ഒരു ബൈക്ക് കൂടിയുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കാം. ഈസി മെയിൻ്റനൻസ് ഉള്ള നല്ലൊരു ബ്രാൻഡിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഒരു ബൈക്ക് കൂടിയാണിത്. അപ്പോൾ ട്രയംഫ് എന്തായാലും അവരുടെ ആ ഒരു വല വിരിച്ചേക്കാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ 9 ഷോറൂംസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർവീസിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റോഡ് സൈഡ് അസിസ്റ്റൻസ് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് സർവീസൊക്കെ ചെയ്യിക്കാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.